അപ്പോൾ ഗൈസ് നമ്മളിന്ന് കൊടുങ്ങല്ലൂർ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മൾ KSRTC ബസ്സിലായിട്ട് കയറിയത്. അങ്ങനെ എനിക്ക് മുന്നത്തെ സീറ്റ് തന്നെ കിട്ടിയിട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ സ്റ്റോപ്പുകൾക്ക് ശേഷം നമ്മൾ ഗുരുവായൂരെത്തി. ഒരു 10 മിനിറ്റ് ബസ് അവിടെ നിർത്തിയിട്ടുണ്ടോ. അപ്പോൾ ഗൈസ് ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ അനിയത്തിൻ്റെ കണ്ണ് നിങ്ങൾ കണ്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റീലൊക്കെ എടുത്തിട്ടു. ഞാനങ്ങനെ അങ്ങനെ ഒരു വലിയ പാലത്തിൻ്റെ അടുത്തത്. ഇത് ഏത് പാലം ഏത് പുഴയെന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും നമ്മളിവിടെ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ കുറേ സ്റ്റോപ്പുകൾക്ക് ശേഷം കൊടുങ്ങല്ലൂരെത്തി. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ആട്ടോ ബസ്സൊക്കെ നിർത്തുക. അപ്പോൾ ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ട്. കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കൊടുങ്ങല്ലൂർ അമ്മനെ കാണണമെന്ന്. അപ്പോൾ അതിന് സാധിച്ചു. അങ്ങനെ ക്ഷേത്രമൊക്കെ പ്രദക്ഷിണം വെച്ചു, ദേവിയൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ പ്രസാദം കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞപ്പോൾ എന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതുപോലെ ദോശയും ചായയും കുടിച്ചു. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും നിൽക്കും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. നമ്മൾ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും അമ്പലത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ നമ്മൾ അമ്പലത്തിൻ്റെ പുറമെയുള്ള വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ പ്രസാദം വാങ്ങേണ്ടി ഒരു വരിങ്ങ നിൽക്കട്ടോ. അതിന് ചെറിയൊരു വെയിലൊക്കെ അടിച്ചു മുഖത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ കണ്ടോ ഗൈസ് നിങ്ങളവിടെ മരം